ശാന്തി 6:1:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഓരോരോ വാക്കും വളരെ മധുരവും ഫസ്റ്റ് ക്ലാസ്സും ആയിരിക്കേണ്ടതാണ്. ഇതുപോലെ ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണോ? അതേപോലെ ബാബയ്ക്ക് സമാനം സർവർക്കും സുഖം നൽകൂ. ചോദ്യം: ലൗകിക മിത്രസംബന്ധികൾക്ക് ജ്ഞാനം നൽകുന്നതിൻ്റെ യുക്തി എന്താണ്? ഉത്തരം: ഏതെല്ലാം മിത്രസംബന്ധികളായവരുണ്ടോ അവരോട് വളരെ വിനയത്തോടെ സ്നേഹഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ബാബ രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുകയാണ്. ഞാൻ താങ്കളോട് സത്യമാണ് പറയുന്നത്. ഭക്തിയും മറ്റും ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തു. ഇപ്പോൾ ജ്ഞാനം ആരംഭിക്കുകയാണ്. എപ്പോൾ അവസരം ലഭിക്കുമോ അപ്പോൾ വളരെ യുക്തിയോടെ സംസാരിക്കൂ. കുടുംബ പരിവാരത്തിൽ വളരെ സ്നേഹത്തോടെ നടക്കൂ. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. ഗീതം: ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. ഏതെങ്കിലും ഗീതം വയ്ക്കുമ്പോൾ കുട്ടികൾ തൻ്റെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തണം. സെക്കൻഡിൽ കണ്ടെത്താൻ സാധിക്കും. ഇത് പരിധിയില്ലാത്ത ഡ്രാമയുടെ വളരെ വലിയ ഘടികാരമാണല്ലോ. ഭക്തിമാർഗത്തിൽ മനുഷ്യർ വിളിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ കോർട്ടിൽ കേസ് നടക്കുമ്പോൾ എപ്പോഴാണ് വാദം കേൾക്കപ്പെടുന്നത്? നമ്മുടെ കേസ് തീർപ്പാക്കാൻ തക്കവണ്ണം എപ്പോഴാണ് വിളിക്കുക എന്ന് പറയുന്നു. കുട്ടികളുടെയും കേസാണ്. ഏതൊരു കേസ്? രാവണൻ നിങ്ങളെ വളരെ ദുഃഖിതരാക്കി. നിങ്ങളുടെ കേസ് ഫയൽ ചെയ്യപ്പെടുന്നത് വലിയ കോർട്ടിലാണ്. മനുഷ്യർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ബാബ വരൂ, വന്ന് നമ്മളെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കൂ. ഒരു ദിവസം തീർച്ചയായും വിളി കേൾക്കപ്പെടുന്നു. ബാബ കേൾക്കുകയും ചെയ്യുന്നു, ഡ്രാമ അനുസരിച്ച് വരികയും ചെയ്യുന്നു. തീർത്തും കൃത്യസമയത്ത്. അതിൽ ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. പരിധിയില്ലാത്ത ഘടികാരം എത്ര ആക്യുറേറ്റായി ചലിക്കുന്നു. ഇവിടെ നിങ്ങളുടെ അടുക്കൽ ഈ ചെറിയ ഘടികാരം പോലും ആക്യുറേറ്റായി ചലിക്കുന്നില്ല. യജ്ഞത്തിൻ്റെ ഓരോ കാര്യവും ആക്യുറേറ്റായി നടക്കേണ്ടത് ആവശ്യമാണ്. ഘടികാരവും ആക്യുറേറ്റ് ആയിരിക്കേണ്ടതാണ്. ബാബ വളരെ ആക്യുറേറ്റാണ്. വിളി കേൾക്കൽ വളരെ ആക്യുറേറ്റായി നടക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ ആക്യുറേറ്റ് ടൈമിന് വരുന്നു. അപ്പോൾ കുട്ടികളുടെ വിളി ഇപ്പോൾ കേൾക്കപ്പെട്ടു. ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. മുൻപ് ദുഃഖം ആരാണ് നൽകുന്നത് എന്ന് നിങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. രാവണ രാജ്യം ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി. ബാബ കൽപ്പകൽപ്പങ്ങളിൽ സംഗമയുഗത്തിൽ വരുന്നു. ഇത് പരിധിയില്ലാത്ത രാത്രിയാണ്. ശിവ് ബാബ പരിധിയില്ലാത്ത രാത്രിയിൽ വരുന്നു. ശ്രീകൃഷ്ണന്റെ കാര്യമല്ല. എപ്പോഴാണോ ഘോര അന്ധകാരത്തിൽ അജ്ഞാന നിദ്രയിൽ ഉറങ്ങുന്നത് അപ്പോൾ ജ്ഞാനസൂര്യനായ ബാബ വരുന്നു കുട്ടികളെ പകലിലേക്ക് കൊണ്ടുപോകുവാൻ. എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. കാരണം പതീതത്തിൽ നിന്നും പാവനമാകേണ്ടതുണ്ട്. ബാബ തന്നെയാണ് പതീത പാവനൻ. ആ ഒന്ന് എപ്പോഴാണോ വരുന്നത് അപ്പോൾ വിളി കേൾക്കൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിളി കേൾക്കൽ ഉണ്ടായിക്കഴിഞ്ഞു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് പതീതരെ പാവനമാക്കുവാൻ. പാവനമാകുന്നതിൻ്റെ എത്ര സഹജ ഉപായം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇക്കാലത്ത് നോക്കൂ, സയൻസിന് എത്ര ബലമാണുള്ളത്. അറ്റോമിക് ബോംബ്സിൻ്റെയും മറ്റും എത്ര ശക്തമായ ശബ്ദമുണ്ടാകുന്നു. കുട്ടികളായ നിങ്ങൾ സൈലൻസിൻ്റെ ബലത്തിലൂടെ ഈ സയൻസിൻ്റെ മേൽ ജയം നേടുന്നു.
സൈലൻസിനെ യോഗം എന്നും പറയുന്നു. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു, ബാബ അങ്ങ് വരൂ. അപ്പോൾ നമ്മൾ ശാന്തിധാമത്തിൽ പോയി നിവസിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ ഈ യോഗബലത്തിലൂടെ, സൈലൻസിൻ്റെ ബലത്തിലൂടെ സയൻസിൻ്റെ മേൽ ജയം നേടുന്നു, ശാന്തിയുടെ ബലം പ്രാപ്തമാക്കുന്നു. സയൻസിലൂടെ തന്നെയാണ് ഈ മുഴുവൻ വിനാശവും ഉണ്ടാകുന്നത്. സൈലൻസിലൂടെ നിങ്ങൾ കുട്ടികൾ വിജയം നേടുന്നു. ബാഹുബലം ഉള്ളവർക്ക് ഒരിക്കലും വിശ്വത്തിൻ്റെ മേൽ ജയം നേടാൻ സാധിക്കില്ല. ഈ പോയിന്റ്സും നിങ്ങൾ എക്സിബിഷനിൽ എഴുതേണ്ടത് ആവശ്യമാണ്. ഡൽഹിയിൽ വളരെയധികം സർവീസ് സാധ്യമാണ്. കാരണം ഡൽഹി എല്ലാത്തിൻ്റെയും ക്യാപിറ്റലാണ്. ഡൽഹി തന്നെയായിരിക്കും നിങ്ങളുടെയും ക്യാപിറ്റൽ. ഡൽഹിയെ തന്നെയാണ് പരിസ്ഥാൻ എന്ന് പറയുന്നത്. പാണ്ഡവരുടെ കോട്ടയല്ല. കോട്ട കെട്ടുന്നത് ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾക്ക് കോട്ടയുടെയും മറ്റും ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ സൈലൻസിൻ്റെ ബലത്തിലൂടെ നമ്മുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടേത് ആർട്ടിഫിഷ്യൽ സൈലൻസ് ആണ്, നിങ്ങളുടേതാണ് റിയൽ സൈലൻസ്. ജ്ഞാനത്തിൻ്റെ ബലം, ശാന്തിയുടെ ബലം എന്ന് പറയുന്നു. നോളജ് പഠനമാണ്. പഠനത്തിലൂടെ തന്നെയാണ് ബലം ലഭിക്കുന്നത്. പോലീസ് സൂപ്രണ്ട് ആകുമ്പോൾ എത്ര ബലം ലഭിക്കുന്നു. എന്നാൽ അത് എല്ലാം ദുഃഖം നൽകുന്ന ഭൗതിക കാര്യങ്ങളാണ്. നിങ്ങളുടെ ഓരോ കാര്യവും ആത്മീയമാണ്. നിങ്ങളുടെ വായിലൂടെ എന്തെല്ലാം വാക്കുകൾ വരുന്നോ ആ ഓരോരോ വാക്കും ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സും മധുരവും ആയിരിക്കണം. അത് കേൾക്കുന്നവർ സന്തോഷിക്കട്ടെ. ഇതുപോലെ ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. അതേപോലെ കുട്ടികളായ നിങ്ങൾക്കും സർവർക്കും സുഖം നൽകേണ്ടതുണ്ട്. കുടുംബ പരിവാരത്തിനും ദുഃഖമോ മറ്റോ ഉണ്ടാകരുത്. നിയമം അനുസരിച്ച് എല്ലാവരുടെയും കൂടെ നടക്കണം. മുതിർന്നവരോട് സ്നേഹത്തോടെ നടക്കണം. വായിൽ നിന്നും ഇങ്ങനെയുള്ള മധുരവും ഫസ്റ്റ് ക്ലാസ്സുമായ വാക്കുകൾ വരണം. അതിലൂടെ എല്ലാവരും സന്തോഷിക്കട്ടെ. പറയൂ, ശിവ് ബാബ പറയുന്നു, മന്മനാഭവ, ഉയർന്നതിലും ഉയർന്നത് ഞാനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. വളരെ സ്നേഹത്തോടെ സംസാരിക്കണം. ആരെങ്കിലും മുതിർന്ന സഹോദരനാണെന്നിരിക്കട്ടെ, പറയൂ, ദാദാജി, ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. രുദ്രൻ എന്നും പറയുന്ന ശിവ് ബാബ ജ്ഞാനയജ്ഞം രചിക്കുന്നു. ശ്രീകൃഷ്ണ ജ്ഞാനയജ്ഞം എന്ന വാക്ക് കേൾക്കുകയില്ല. രുദ്രജ്ഞാനയജ്ഞം എന്നാണ് പറയുന്നത്. അപ്പോൾ രുദ്രനായ ശിവ് ബാബ ഈ യജ്ഞം രചിച്ചിരിക്കുന്നു. രാജപദം പ്രാപ്തമാക്കുന്നതിനായി ജ്ഞാനവും യോഗവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഭഗവാൻ ഉവാച, എന്നെ മാത്രം ഓർമ്മിക്കൂ. കാരണം ഇപ്പോൾ എല്ലാവരുടെയും അന്തിമ നിമിഷമാണ്. വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവർക്കും തിരികെ പോകേണ്ടതുണ്ട്. മരിക്കുന്ന സമയത്ത് മനുഷ്യരോട് പറയാറുണ്ടല്ലോ, ഈശ്വരനെ ഓർമ്മിക്കൂ. ഇവിടെ ഈശ്വരൻ സ്വയം പറയുന്നു, മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ഇതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അന്തിമത്തിൽ തന്നെയാണ് ബാബ വന്ന് പറയുന്നത്, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഭസ്മമാകട്ടെ. ഇതിനെ ഓർമ്മയുടെ അഗ്നി എന്ന് പറയുന്നു. ബാബ ഗ്യാരണ്ടി ചെയ്യുന്നു, ഇതിലൂടെ നിങ്ങളുടെ പാപം കത്തിപ്പോകും. വികർമ്മം വിനാശമാകുന്നതിൻ്റെയും പാപനമാകുന്നതിൻ്റെയും മറ്റൊരു ഉപായവുമില്ല. പാപങ്ങളുടെ ഭാരം ശിരസിൽ കയറി കയറി മാലിന്യം ചേർന്ന് ചേർന്ന് സ്വർണം 9 കാരറ്റ് ആയിരിക്കുകയാണ്. 9 കാരറ്റിന് ശേഷം സ്വർണം പൂശിയത് എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും 24 കാരറ്റ് എങ്ങനെയാകും? ആത്മാവ് പ്യോർ എങ്ങനെയാകും? പ്യോർ ആത്മാവിന് ആഭരണവും പ്യോറായത് ലഭിക്കും. ഏതെങ്കിലും മിത്രസംബന്ധികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് വളരെ വിനയത്തോടെയും സ്നേഹഭാവത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം.
ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ഇത് രുദ്രജ്ഞാന യജ്ഞവുമാണ്. ബാബയിലൂടെ നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിൻ്റെ നോളജ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെവിടെയും ഈ നോളജ് ലഭിക്കുക സാധ്യമല്ല. ഞാൻ താങ്കളോട് സത്യമാണ് പറയുന്നത്. ഈ ഭക്തിയും മറ്റും ജന്മജന്മാന്തരങ്ങളായി ചെയ്തു. ഇപ്പോൾ ജ്ഞാനം ആരംഭിക്കുകയാണ്. ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയെല്ലാം യുക്തിയോടെ സംസാരിക്കണം. എപ്പോഴാണോ ഏതെങ്കിലും അവസരം ലഭിക്കുന്നത്, എപ്പോഴാണോ അമ്പെയ്യേണ്ടതുള്ളത്, അപ്പോൾ സമയവും അവസരവും നോക്കുന്നു. ജ്ഞാനം നൽകുന്നതിനും വളരെയധികം യുക്തി ആവശ്യമാണ്. ബാബ യുക്തികൾ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. പവിത്രത വളരെ നല്ലതാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ നമ്മുടെ വളരെയധികം പൂജ്യരാണല്ലോ. പൂജ്യരും പാവനവുമായവർ പിന്നെ പൂജാരിയും പതീതവുമായി. പതീതമായവർ ഇരുന്ന് പാവനമായവരുടെ പൂജ ചെയ്യുക എന്നത് ശോഭിക്കില്ല. ചിലരാണെങ്കിൽ പതീതരിൽ നിന്നും ദൂരെ ഓടിപ്പോകുന്നു. വല്ലഭാചാരികൾ ഒരിക്കലും പാദം സ്പർശിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് മോശമായ മനുഷ്യരാണ് എന്ന് വിചാരിക്കുന്നു. ക്ഷേത്രങ്ങളിലും എല്ലായ്പ്പോഴും മൂർത്തിയെ സ്പർശിക്കാൻ ബ്രാഹ്മണരെ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. ശൂദ്രനായ മനുഷ്യന് ഉള്ളിൽ പോയി സ്പർശിക്കാൻ സാധിക്കില്ല. അവിടെ ബ്രാഹ്മണർ തന്നെയാണ് അതിനെ സ്നാനവും മറ്റും ചെയ്യിക്കുന്നത്. മറ്റാരെയും പോകാൻ അനുവദിക്കുന്നില്ല. വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ അതാകട്ടെ കുഖവംശാവലി ബ്രാഹ്മണരാണ്. നിങ്ങൾ മുഖവംശാവലിയായ സത്യമായ ബ്രാഹ്മണനാണ്. നിങ്ങൾക്ക് ആ ബ്രാഹ്മണർക്ക് നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ബ്രാഹ്മണർ 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി. രണ്ടാമത്തേതാണ് ഗർഭവംശാവലി. ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികളായ ബ്രാഹ്മണർ ഉയർന്നതിലും ഉയർന്ന കുടുമിയാണ്. യജ്ഞം രചിക്കുമ്പോഴും ബ്രാഹ്മണരെ നിയോഗിക്കുന്നു. ഇത് പിന്നെ ജ്ഞാനയജ്ഞമാണ്. ബ്രാഹ്മണർക്ക് ജ്ഞാനം ലഭിക്കുന്നു. അവർ പിന്നെ ദേവതയാകുന്നു. വർണ്ണത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. ആര് സർവീസബിളായ കുട്ടികളായിരിക്കുമോ അവർക്ക് സർവീസിൻ്റെ താല്പര്യം സദാ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും എക്സിബിഷൻ ഉണ്ടായിരിക്കുമെങ്കിൽ ഉടൻ സർവീസിനായി ഓടിപ്പോകും. നമ്മൾ പോയി ഇങ്ങനെയെല്ലാമുള്ള പോയിന്റ്സ് മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ. എക്സിബിഷനിൽ പ്രജകളെ തയ്യാറാക്കുന്നതിൻ്റെ വിഹംഗ മാർഗമുണ്ട്. സ്വയമേ അനേകം പേർ വരുന്നു. അപ്പോൾ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും വേണം. അഥവാ ആരെങ്കിലും പൂർണ്ണമായി മനസ്സിലാക്കിച്ചു കൊടുത്തില്ലെങ്കിൽ പറയും, BKസിൻ്റെ അടുക്കൽ ഈ ജ്ഞാനമാണുള്ളത് എന്ന്. ഡിസർവീസ് ഉണ്ടാകുന്നു. എക്സിബിഷനിൽ ഇങ്ങനെയുള്ള ചുറുചുറുക്കുള്ള ഒരാൾ വേണം. ആൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന ഗൈഡ്സിനെ നോക്കിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും വലിയ വ്യക്തിയാണെങ്കിൽ അവരെ മനസ്സിലാക്കിക്കുവാനായി ഇങ്ങനെയുള്ള നല്ലവരെ കൊടുക്കണം. മനസ്സിലാക്കിച്ചു കൊടുക്കാൻ കുറവുള്ളവരെ മാറ്റണം. സൂപ്പർവൈസ് ചെയ്യുന്ന നല്ല ഒരാൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മഹാത്മാക്കളെയും വിളിക്കണം. നിങ്ങൾ കേവലം പറഞ്ഞു കൊടുക്കുന്നു, ബാബ ഇങ്ങനെ പറയുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്ന് തന്നെയാണ് രചയിതാവായ പിതാവ്. ബാക്കിയെല്ലാം ആ ഒന്നിൻ്റെ രചനയാണ്. സമ്പത്ത് പിതാവിൽ നിന്നാണ് ലഭിക്കുക. സഹോദരൻ സഹോദരന് സമ്പത്ത് നൽകുമോ? ആർക്കും സുഖധാമത്തിൻ്റെ സമ്പത്ത് നൽകാൻ സാധിക്കില്ല. സമ്പത്ത് നൽകുന്നത് ബാബ തന്നെയാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കണം. ബാബ സ്വയം വന്ന് ഗോൾഡൻ ഏജ് ഉണ്ടാക്കുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നു. ശിവജയന്തി ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒന്ന് എന്താണ് ചെയ്യുന്നത്? ഇത് എല്ലാ മനുഷ്യരും മറന്നുപോയി. ശിവബാബ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിച്ച് സമ്പത്ത് നൽകുന്നത്.
5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല. തിഥിയും തീയതിയും എല്ലാം ഉണ്ട്. ഇതിനെ ആർക്കും ഖണ്ഡിക്കുവാൻ സാധിക്കില്ല. പുതിയ ലോകവും പഴയ ലോകവും പകുതി പകുതിയാകണം. അവർ സത്യയുഗത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. അപ്പോൾ ഒരു കണക്കുണ്ടാവുക സാധ്യമല്ല. സ്വസ്തികത്തിലും പൂർണ്ണമായും 4 ഭാഗങ്ങളുണ്ട്. 1250 വർഷത്തെ ഓരോ യുഗമായി തിരിച്ചിരിക്കുന്നു. കണക്ക് കൂട്ടുന്നുവല്ലോ. അവരാണെങ്കിൽ കണക്ക് ഒന്നും തന്നെ അറിയുന്നില്ല. അതിനാൽ കൗടി തുല്യം എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ വജ്രതുല്യമാക്കുന്നു. എല്ലാവരും പതീതമാണ്. ഭഗവാനെ ഓർമ്മിക്കുന്നു. അവരെ ഭഗവാൻ വന്ന് ജ്ഞാനത്തിലൂടെ പുഷ്പങ്ങളാക്കുന്നു. കുട്ടികളായ നിങ്ങളെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നെ നോക്കൂ, നിങ്ങൾ എന്താകുന്നുവെന്ന്. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് എന്താണ്? ഭാരതം എത്രമാത്രം ശിരസിലെ കിരീടം പോലെയായിരുന്നു. എല്ലാവരും മറന്നിരിക്കുകയാണ്. മുസൽമാന്മാരും മറ്റും സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും എത്രമാത്രം കൊള്ളയടിച്ച് മസ്ജിദുകളിലും മറ്റും പോയി പതിപ്പിച്ചു. ഇപ്പോൾ അവയുടെ മൂല്യം കണക്കാക്കുവാൻ സാധിക്കില്ല. ഇത്രയും വലിയ വലിയ മണികൾ രാജാക്കന്മാരുടെ കിരീടങ്ങളിൽ ഉണ്ടായിരുന്നു. ചിലത് കോടിയുടേത്, ചിലത് 5 കോടിയുടേത്. ഇക്കാലത്താണെങ്കിൽ എല്ലാം ഇമിറ്റേഷൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ലോകത്ത് എല്ലാം ആർട്ടിഫിഷ്യലാണ്. ചില്ലി കാശിൻ്റെ സുഖവുമാണ്. ബാക്കിയുള്ളത് ദുഃഖമാണ്. അതിനാൽ സന്യാസിമാരും പറയുന്നു, കാക്ക കാഷ്ടത്തിന് സമാനമായ സുഖമാണ്. അതിനാൽ അവർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവരും തമോ പ്രധാനമായിരിക്കുന്നു. പട്ടണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആരെ കേൾപ്പിക്കും? രാജാവോ റാണിയോ ഇല്ല. ആരും അംഗീകരിക്കുകയില്ല. ഇങ്ങനെ പറയും, എല്ലാവർക്കും അവരവരുടേതായ മതമുണ്ട്. എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാം. സങ്കല്പത്തിൻ്റെ സൃഷ്ടിയാണ് എന്നെല്ലാം. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ബാബ ഗുപ്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര സുഖം അനുഭവിക്കുന്നു. മറ്റു ധർമ്മത്തിലുള്ളവർ അവസാനം എപ്പോഴാണോ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, അപ്പോൾ യുദ്ധങ്ങൾ തുടങ്ങിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. 3/4 സമയം സുഖത്തിലിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, നിങ്ങളുടെ ദേവീദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. മറ്റ് ധർമ്മസ്ഥാപകരാരും രാജ്യം സ്ഥാപിക്കുന്നില്ല. അവർ സദ്ഗതി ചെയ്യുന്നില്ല. കേവലം തൻ്റെ ധർമ്മം സ്ഥാപിക്കാൻ വരുന്നു. അവരും എപ്പോഴാണോ അന്തിമത്തിൽ തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ പിന്നെ ബാബയ്ക്ക് വരേണ്ടി വരുന്നു സതോ പ്രധാനം ആക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ അടുക്കൽ 100 കണക്കിന് മനുഷ്യർ വരുന്നു. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബയ്ക്ക് എഴുതുന്നു, ഇന്നയാൾ വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നു, വളരെ നല്ലതാണ്. ബാബ പറയുന്നു, യാതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അഥവാ ബാബ വന്നിരിക്കുകയാണ്, വിശ്വത്തിൻ്റെ അധികാരി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായെങ്കിൽ അതേ സമയത്ത് ലഹരി കയറിയേനെ. ഉടൻ ടിക്കറ്റ് എടുത്ത് ഇവർ ഓടിയേനെ. എന്നാൽ ബാബയുമായി കണ്ടുമുട്ടുന്നതിനായി ബ്രാഹ്മണയുടെ കത്ത് തീർച്ചയായും കൊണ്ടുവരേണ്ടി വരും. ബാബയെ തിരിച്ചറിഞ്ഞുവെങ്കിൽ കൂടിക്കാഴ്ച നടത്താതെ ഇരിക്കാൻ സാധിക്കില്ല. പൂർണ്ണമായും ലഹരി കയറിയേനെ. ആർക്ക് ലഹരി കയറിയിട്ടുണ്ടാകുമോ അവർക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷം നിലനിൽക്കും. അവരുടെ ബുദ്ധി മിത്രസംബന്ധികളിൽ അലയുകയില്ല. പക്ഷേ വളരെ പേരുടേത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കമലപുഷ്പ സമാനം പവിത്രമാകണം. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. വളരെ സഹജമാണ്. എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഏതുപോലെ ഓഫീസിൽ നിന്നും അവധിയെടുക്കുന്നുവോ അതേപോലെ ജോലിയിൽ നിന്നും അവധിയെടുത്ത് 1-2 ദിവസം ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ശരി, അടിക്കടി ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടി മുഴുവൻ ദിവസവും ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ വ്രതം എടുക്കുന്നു. എത്ര ശേഖരണമുണ്ടാകും.
വികർമ്മവും വിനാശമാകും. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് സദോ പ്രധാനമാകേണ്ടത്. മുഴുവൻ ദിവസവും പൂർണ്ണമായും യോഗം ആർക്കും ഉണ്ടാവുക സാധ്യമല്ല. മായ തീർച്ചയായും വിഘ്നമിടുന്നു. എന്നിരുന്നാലും പുരുഷാർത്ഥം ചെയ്ത് വിജയം നേടും. ഇന്നത്തെ മുഴുവൻ ദിവസവും പൂന്തോട്ടത്തിലിരുന്ന് ബാബയെ ഓർമ്മിക്കുന്നു. കഴിക്കുന്ന സമയത്തും ഓർമ്മയിലിരിക്കുന്നു. ഇതാണ് പ്രയത്നം. നമുക്ക് തീർച്ചയായും പാവനം ആകേണ്ടതുണ്ട്. പ്രയത്നിക്കണം. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാഡ്ജ് വളരെ നല്ല വസ്തുവാണ്. വഴിയിൽ പരസ്പരവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ധാരാളം പേർ വന്ന് കേൾക്കും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇത്രമാത്രം മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നാം റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിവായി. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. തൊഴിലിൽ നിന്നോ മറ്റോ എപ്പോഴാണോ ഒഴിവ് ലഭിക്കുന്നത് അപ്പോൾ ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ വ്രതം എടുക്കണം. മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നതിനായി ഓർമ്മയുടെ കാര്യത്തിൽ പ്രയത്നിക്കണം. വളരെ വിനയത്തോടെയും സ്നേഹഭാവത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ട് മിത്രസംബന്ധികളുടെ സേവനം ചെയ്യണം. അവരിൽ ബുദ്ധിയെ അലയിക്കരുത്. സ്നേഹത്തോടെ ബാബയുടെ പരിചയം നൽകണം. വരദാനം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം നൽകുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കട്ടെ. ഇതുപോലെ തുടക്കത്തിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബ്രഹ്മാവ് അപ്രത്യക്ഷമായി ശ്രീകൃഷ്ണൻ കാണപ്പെടുമായിരുന്നു. ഈ സാക്ഷാത്കാരം എല്ലാവരെയും മോചിപ്പിച്ചു. ഇങ്ങനെയുള്ള സാക്ഷാത്കാരത്തിലൂടെ ഇപ്പോഴും സേവനം ഉണ്ടാകട്ടെ. എപ്പോഴാണോ സാക്ഷാത്കാരത്തിലൂടെ പ്രാപ്തി ഉണ്ടാകുന്നത് അപ്പോൾ ആയി മാറാതിരിക്കാൻ സാധിക്കില്ല. അതിനാൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം നൽകൂ. പ്രഭാഷണം നടത്തുന്നവർ ധാരാളമുണ്ട്. എന്നാൽ താങ്കൾ അനുഭവം നൽകുന്നവരാകൂ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കും. സ്ലോഗൻ. സദാ ആത്മീയ ആഹ്ലാദം അനുഭവിച്ചു കൊണ്ടിരിക്കൂ. എങ്കിൽ ഒരിക്കലും കുഴങ്ങിപ്പോവുകയില്ല. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ശുഭഭാവനകൾ അന്യ ആത്മാക്കളിൽ എത്തിക്കൂ. സൈലൻസിൻ്റെ ശക്തിയെ പ്രത്യക്ഷമാക്കൂ. ഓരോ ബ്രാഹ്മണ കുട്ടിയിലും ഈ സൈലൻസിൻ്റെ ശക്തിയുണ്ട്. കേവലം ഈ ശക്തിയെ മനസ്സിലൂടെയും ശരീരത്തിലൂടെയും എമർജ് ചെയ്യൂ. ഒരു സെക്കൻഡിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ ഏകാഗ്രമാക്കൂ. അപ്പോൾ വായുമണ്ഡലത്തിൽ സൈലൻസിൻ്റെ ശക്തിയുടെ പ്രകമ്പനങ്ങൾ സ്വതവേ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. അഭ്യാസം. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്. ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു.
ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. शांति की छाया है, इसी में सुख की धूप है। कल्प कल्प के भाग्य भवन की ये आधारशिला, जिसकी सुगंध से